ഇന്നൊരു സ്പെഷ്യൽ അവലിൻ്റെ റെസിപ്പിയാണ്. ഈ അവലിൻ്റെ പേര് മസാല അവലക്കി. അവലിന് കന്നഡയിൽ പറയുന്ന അവലക്കി, തുളുവിൽ ബജിൽ എന്നാണ് പറയുന്നത്. മംഗലാപുരം, ഉടുപ്പി, കുന്താപ്പുറ സൈഡിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഇത്, ഈ മസാല അവലക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ അവൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും ഇതുപോലെ നിങ്ങൾ അവൽ തയ്യാറാക്കൂ. അതിനായിട്ട് ആദ്യം തന്നെ ചെറിയൊരു മസാല നമ്മൾ തയ്യാറാക്കണം. ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മല്ലി, പിന്നെ ഒരു നുള്ള് ജീരകം. മല്ലി നമ്മൾ മുഴുവനോടുള്ള മല്ലി തന്നെ എടുത്താലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതുപോലെ തീരെ അങ്ങ് അരഞ്ഞു പോകരുത്, ഇതുപോലെ ഉണ്ടാവണം. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെയ്യോ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയോ നെയ്യോ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുകും നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് വലിയൊരു പാത്രം എടുക്കണം. അതിലേക്ക് ആദ്യം കുറച്ച് ചിരകിയ തേങ്ങ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 സ്പൂണോളം ശർക്കര എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നാരങ്ങ നീര്, ഒരു 4-5 തുള്ളി നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അവലാണ്. നമ്മളുടെ സാധാരണ അവലുണ്ടല്ലോ, അവൽ ഞാനിപ്പം എൻ്റെ കൈപ്പിടിക്ക് 3 കൈപ്പിടി അവലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും കരിവേപ്പിലയും ചേർത്ത് സൈഡിൽ വെച്ചിരുന്നില്ല, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതെല്ലാം അങ്ങോട്ട് യോജിപ്പിക്കണം. നമ്മൾ സാധാരണ ഇപ്പം അവലൊക്കെ നനച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ആ മസാല എല്ലാം തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള മസാല അവലക്കി ഇവിടെ തയ്യാറായി. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇപ്പം വൈകുന്നേരം ചായ കുടിക്കാൻ നേരത്തൊക്കെ ഇതുപോലെ നമ്മൾ കുറച്ച് എരിവും കുറച്ച് പുളിയും ഇച്ചിരി മധുരമൊക്കെ ആയിട്ടുള്ള ഈ അവലും ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും